9 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ന്യായീകരിച്ച പാകിസ്ഥാൻ ഇമാം പിന്നീട് ഒന്നും അറിഞ്ഞില്ല. ഇറ്റലിയിൽ നിന്ന് ഈ ഇമാമിനെ നാട് കടത്തി പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ഇറ്റാലിയൻ ടെലിവിഷൻ ചാനലായ റീറ്റെ4ലെ ഫ്യൂറി ദാൽ കോറോ എന്ന ഒരു പരിപാടി. ഈ പരിപാടിയിൽ നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയാണ് 25 വയസ്സുള്ള ഇമാം അലി കാഷിഫിന്റെ വിവാദ പരാമർശങ്ങൾ പുറത്തുവന്നത്. മതവിദ്യാർത്ഥിയായി വേഷമാറിയെത്തിയ റിപ്പോർട്ടർ ഒരു മതവിദ്യാർത്ഥിയായി വേഷമാറിയെത്തി. റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോഴാണ് 9 വയസ്സുള്ള പെൺകുട്ടികളെ 40 വയസ്സുള്ള പുരുഷന്മാർക്ക് വിവാഹം കഴിച്ചു നൽകുന്നതിൽ തെറ്റില്ല എന്നും ആർത്തവം ആരംഭിച്ചാൽ പെൺകുട്ടികൾ വിവാഹത്തിന് യോഗ്യരാണ് എന്നും ഇമാം അവകാശപ്പെട്ടത്. ഇമാമിന്റെ പരാമർശം വലിയ പൊതുജന രോഷത്തിന് കാരണമായതോടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്ന് ബ്രസിയ പോലീസ് കമ്മീഷണർ പൗലോ സാർട്ടോറി ദൃശ്യങ്ങൾ പരിശോധിച്ചു, നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇമാമിന്റെ നിലപാടുകൾ പൊതുക്രമസമാധാനത്തിന് വിരുദ്ധമാണ്, അപകടകരമാണ് എന്ന് അധികൃതർ കണ്ടെത്തുകയായിരുന്നു. 6 വർഷമായി ഇമാം ഇറ്റലിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ദേശീയ സുരക്ഷാ നിയമം മുൻനിർത്തിയാണ് ഇയാളെ നാട് കടത്താൻ ഉത്തരവിട്ടത്. ഇറ്റാലിയൻ ടെലിവിഷൻ പരിപാടിയായ ഫ്യൂറി ദാൽ കോറോയിൽ സംപ്രേഷണം ചെയ്ത ഒരു രഹസ്യ സെഗ്മെന്റിലാണ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥിയെ റിപ്പോർട്ടർ എത്തിയതും. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കേസ് പുറത്തു വന്നത്. സംഭാഷണത്തിനിടെ 9 വയസ്സുള്ള പെൺകുട്ടികൾക്ക് 30ഉം 40ഉം പ്രായമുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാമെന്ന് കൂളായി പാക് ഇമാം അലി കാഷിഫ് പറയുകയായിരുന്നു. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയും ഒരു നടപടി എടുക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇയാളിപ്പോൾ ഇറ്റലിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. നാട് കടത്താൻ ഉത്തരവ് റെറ്റെ4 പ്രോഗ്രാമിൽ പരിപാടി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ പൊതുജന രോഷത്തിന് കാരണമായപ്പോഴാണ് ഉണ്ടായത്. വടക്കൻ ഇറ്റലിയിലെ ബ്രസ്ലിയയിലെ പോലീസ് കമ്മീഷണറായ പൗലോ സാർട്ടോറി ചാനൽ 4ലെ ഫ്യൂറി ദാൽ കോറോ എന്ന പരിപാടിയിലെ സ്റ്റിംഗ് ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്നാണ് ഇയാൾ പുറത്തായത്. എന്തായാലും പാകിസ്ഥാനിൽ ഉള്ള ഒരു വ്യക്തി ഇറ്റലിയിൽ വന്ന് തോന്നിയവാസം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ള നടപടി പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് എടുക്കുകയായിരുന്നു. 9കാരിയായ പെൺകുട്ടിയെ 40 വയസ്സുള്ള ഒരാൾക്ക് വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്ന രീതിയിലാണ് ഇമാം സംസാരിച്ചത്. ആദ്യ ആർത്തവം നടന്ന പെൺകുട്ടികളെ തന്നെ വിവാഹം കഴിക്കാമെന്ന വളരെ ഹീനമായ ഒരു അവകാശവാദമാണ് ഇയാൾ ഉന്നയിച്ചത്. ഇയാളുടെ പരാമർശം വളരെ സെൻസിറ്റീവ് ആണ് എന്ന് അധികാരികൾ കണ്ടെത്തുകയായിരുന്നു. ദേശീയ സുരക്ഷാ നിയമം ഈ മാസം ആദ്യമാണ് സംഭവം നടന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 25കാരനായ പാക് ഇമാം അലി കാഷിഫ് 6 വർഷത്തോളമായി ഇറ്റലിയിലാണ്. എന്നാലും ദേശീയ സുരക്ഷാ നിയമം അടിസ്ഥാനമാക്കി തന്നെയാണ് ഇയാളെ നാട് കടത്തിയത് എന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. സമൂഹത്തിന് ഇയാൾ അപകടകാരി എന്ന് കണ്ടെത്തുകയാണ്. അതല്ല എങ്കിൽ പൊതുജീവിതത്തിന് ഭീഷണിയായി കരുതുകയോ ചെയ്യുന്ന ഏതൊരു വിദേശിയും രാജ്യത്തിന് പുറത്താക്കാൻ ദേശീയ സുരക്ഷാ നിയമം ഇറ്റലിയിൽ സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. സമൂഹത്തിന് ഭീഷണിയാകുന്ന വിദേശ പൗരന്മാരെ പുറത്താക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമപ്രകാരം അലി കാഷിഫിനെ മിലാനിലെ മാൽപെൻസ വിമാനത്താവളം വഴിയാണ് പാകിസ്ഥാനിലേക്ക് കയറ്റിയച്ചത്. ശൈശവവിവാഹത്തെയും സ്ത്രീവിരുദ്ധ നിലപാടുകളെയും പരസ്യമായി ന്യായീകരിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്കും മൂല്യങ്ങൾക്കും ഭീഷണിയാണ് എന്ന ഉറച്ച നിലപാടാണ് ഇറ്റാലിയൻ സർക്കാർ സ്വീകരിച്ചത്. ഇസ്ലാമാബാദിലേക്കുള്ള വിമാനത്തിൽ കയറ്റിവിട്ട ഇയാൾക്ക് ഇനി ഇറ്റലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാസ്.